തുറമുഖങ്ങൾ ഉൾപ്പെടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഇറാൻ ഭീഷണി നിലനിൽക്കെ കനത്ത ജാഗ്രതയിലായിരുന്നു ഇന്ന് UAE നഗരങ്ങൾ. ദുബായ്, അബുദാബി നഗരങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായെങ്കിലും ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിരുന്നു. ഒരാൾക്ക് മാത്രമാണ് ഇന്നത്തെ ആക്രമണങ്ങളിൽ പരിക്കേറ്റത്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, കാർഗ് ആക്രമണത്തിന് പിന്നാലെ ആണ് ഇറാൻ വലിയ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇന്നിപ്പോൾ UAE സാഹചര്യം എന്തായിരുന്നു? അലീഷ, കാർഗ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി ചില ആരോപണങ്ങൾ UAEക്കെതിരെ ഉന്നയിച്ചിരുന്നു. അതായത് ആ ആക്രമണത്തിന് ഉപയോഗിച്ചത് റാസൽ ഖൈമയും ദുബൈയും അടക്കമുള്ള UAE മേഖലയായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. ജനവാസമുള്ള ഈ മേഖല UAE ഉപയോഗിക്കുമ്പോൾ തിരിച്ച് അടിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അത് UAEയിൽ വലിയ നഷ്ടമുണ്ടാക്കും. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവഹാനിക്ക് ഇത് വഴിവെക്കും എന്നുള്ള നിലയ്ക്ക് വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. ഇന്ന് ഇത്തരം ആരോപണങ്ങൾ UAE നിഷേധിക്കുകയാണ്. UAEയുടെ അന്താരാഷ്ട്രകാര്യ ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഈ ആരോപണങ്ങളെല്ലാം UAE നിഷേധിക്കുകയാണ്. UAEയുടെ മണ്ണോ വെള്ളമോ ഇറാനെ ആക്രമിക്കാനായി വിട്ടുകൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർ അൻവർ ഗർഗാഷ് ആവർത്തിച്ച് പറയുന്നത്. പിന്നീട് ഇപ്പോൾ ഇറാൻ തീർക്കുന്നതെല്ലാം ആശങ്കകളാണ്, അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളാണ്. ഈ യുദ്ധം ഏറ്റവും അവസാന നിമിഷം വരെ നടക്കാതിരിക്കാനായി അമേരിക്കയുമായി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തുനിഞ്ഞ രാജ്യമാണ് UAE. എന്നിട്ടും UAEക്ക് നേരെ ഇറാൻ ഇപ്പോഴും ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞത്. മറ്റൊന്നുള്ള ഇന്ന് ആകെ 6 ഡ്രോണുകളും 4 മിസൈലുകളുമാണ് UAEക്ക് നേരെ വന്നത്. വലിയ ആശങ്കയിലായിരുന്നു നേരത്തെ. ഈ ആക്രമണത്തിന് ബദലായി ഇന്ന് UAEയിലെ തുറമുഖങ്ങൾ ആക്രമിക്കുമെന്നൊരു ഭീഷണി ഇറാൻ സേനാ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത പലയിടത്തും ഉണ്ടായിരുന്നു. ഈ തുറമുഖങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അത്തരമൊരു സംഭവങ്ങളോ അങ്ങനെ കടുത്ത ആക്രമണങ്ങളോ ഇന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരം. അതോടൊപ്പം തന്നെ ഈ കടുത്ത ആക്രമണം ഉണ്ടാക്കുമെന്ന ഒരു ധാരണയിൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാന കമ്പനികൾ എയർ ഇന്ത്യ എക്സ്പ്രസ്, അതേപോലെ ഇൻഡിഗോ തുടങ്ങിയവ UAEയിലേക്കുള്ള സർവീസ് പലതും റദ്ദാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് പകല് ദുബൈയിലേക്ക് 2 ഇടങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. ദുബൈ മറീനയിലേക്കും അതേപോലെ തന്നെ അൽസുഫ് എന്ന് പറയുന്ന മേഖലയിലേക്കുമാണ് ആക്രമണം ഉണ്ടായത്. ഇത് പാശ്ചാത്യർ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടേക്കുള്ള ആക്രമണം ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും വലിയ ആക്രമണം ഉണ്ടായതായി പിന്നെയുള്ളത് അബുദാബിയിലെ ചില ഭാഗങ്ങളിലാണ്. അവിടെയൊന്നും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഒരു ആൾക്ക് പരിക്കേറ്റത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഫുജൈറയിൽ എണ്ണ മേഖലയിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ ഒരു ജോർദാൻ പൗരന് പരിക്കേറ്റ വിവരമാണ് ഇന്ന് പങ്കുവച്ചിട്ടുള്ളത്. അനീഷ. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.